നമ്മൾ നിത്യേന കുഴഞ്ഞു വീണ് മരണങ്ങളെ പറ്റി ഒത്തിരിയധികം കേൾക്കുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്കാണ്. എന്നാൽ അവിടെ മറ്റു പറഞ്ഞ പല കാരണങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്കാണ്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നവരുടെ പ്രായം വളരെ കുറഞ്ഞു വരികയാണ്. 30-40 വയസ്സുള്ള ചെറുപ്പക്കാർ വരെ ഹാർട്ട് അറ്റാക്കിന് കൊണ്ട് മരിക്കുകയാണ്. ഇങ്ങനെ സാഹചര്യങ്ങളിൽ നമ്മൾ CPR എന്ന ഒരു ജീവൻ രക്ഷാ മാർഗം കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇനി CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ്. അതായത് ഹാർട്ടിനെയും ലങ്സിനെയും പുനരുജ്ജീവിപ്പിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ആർക്കാണ് CPR കൊടുക്കേണ്ടത്? നമ്മൾ കുഴഞ്ഞു വീഴുന്ന എല്ലാവർക്കും നമുക്ക് CPRൻ്റെ ആവശ്യമില്ല. ആർക്കാണ് CPR കൊടുക്കേണ്ടത്? അതിനെപ്പറ്റി നമുക്ക് നോക്കാം. നമ്മൾ ഒരു വ്യക്തിയെ നിശ്ചലമായ സാഹചര്യത്തിൽ കാണുകയെന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് അറിയുന്ന വ്യക്തിയല്ല, അയാളെ നമ്മൾ വഴിയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നതായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് രക്ഷിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അയാളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. കാരണം നമ്മളേതായ വ്യക്തിയെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ അപകടത്തിൽപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അയാളെ ചുറ്റും നിരീക്ഷിക്കുക. അയാൾ ഏതെങ്കിലും ഇലക്ട്രിക് ലൈൻ തട്ടിക്കിടക്കുകയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിക്കുണ്ടിലോ വന്ന് കിടക്കുകയാണോ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് നമ്മളും ചെന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് സീൻ സേഫ്റ്റി എന്നുള്ള കാര്യം നമ്മൾ നിരീക്ഷിക്കും. അതുപോലെ തന്നെ ഇയാളിനി ഇങ്ങനെ കുഴഞ്ഞു വീഴ കിടക്കാനുള്ള സാഹചര്യം, അതായത് എന്തെങ്കിലും മദ്യം കഴിച്ചിട്ടാണ്, എന്തെങ്കിലും വിഷം കഴിച്ചിട്ടാണ് എന്നുള്ളതിന് ചുറ്റും എന്തെങ്കിലും എവിഡൻസ്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉണ്ടോ, സാഹചര്യ തെളിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ട് നമ്മൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അയാൾ എങ്ങനെയാണ് കിടക്കുന്നത്, അയാൾക്ക് ബോധമുണ്ടോ, ബോധമില്ലാതെയാണോ കിടക്കുന്നത് എന്ന് നോക്കാനായിട്ട് നമ്മൾ അസസ് റെസ്പോൺസ് എന്നൊരു കാര്യം, അതായത് തട്ടി വിളിക്കുമ്പോൾ ശക്തമായ നമ്മുടെ കൈ പത്തി ഉപയോഗിച്ചിട്ട് അയാളുടെ ഷോൾഡറിൻ്റെ 3 പ്രാവശ്യം ചേട്ടാ ചേട്ടാ എന്ന് തട്ടുകയും അതോടൊപ്പം ഒച്ചത്തിൽ ചേട്ടാ എന്ന് വിളിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അയാൾക്ക് കേൾക്കുകയും അതുപോലെ തന്നെ അയാൾ നമ്മൾ തട്ടുന്നതനുസരിച്ചിട്ട് അയാൾക്ക് ബോധമുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. എന്നാൽ ഈ 3 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ തട്ടേണ്ട ആവശ്യമില്ല. ഒരു ബോധമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അയാൾ റെസ്പോണ്ട് ചെയ്യും. ഇനി റെസ്പോണ്ട് ചെയ്യാത്ത വ്യക്തിക്ക് തീർച്ചയായിട്ടും വൈദ്യസഹായം ആവശ്യമുണ്ട്. അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ വൈദ്യസഹായം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോൾ ഫോർ ഹെൽപ്പ്, അതായത് ഒരു ആംബുലൻസിൻ്റെ അല്ലെങ്കിൽ ഒരു എമർജൻസി രക്ഷാ മാർഗം നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് നമ്മൾ വിളിക്കുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ വാഹനം ഇവിടെ എത്തുകയും ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ കോൾ ഫോർ ഹെൽപ്പ് വിളിക്കുന്നത്. ഓക്കെ, അത് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ വ്യക്തിക്ക് പൾസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ്, അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് കരോട്ടിഡ് ആർട്ടറിയുടെ അവിടെ പൾസ് ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ റെസ്പിറേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കും. റെസ്പിറേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയും അതോടൊപ്പം ശ്രമിക്കുകയും അതോടൊപ്പം നമ്മുടെ കവിളിൽ ഫീൽ ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇയാൾക്ക് ശ്വാസം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇയാൾ ചെറിയ നെഞ്ചിൻ്റെ അനക്കം, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് വരുന്ന സൗണ്ട്, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്ന നിശ്വാസം നമ്മുടെ അവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 വിധത്തിൽ നമുക്ക് ഇയാൾക്ക് ശ്വാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ പൾസുമില്ല, ശ്വാസവും ഇല്ലാത്ത വ്യക്തിയെ CPR വളരെ എമർജൻസി ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. പൾസുമില്ല, ശ്വാസവുമില്ല എന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഏറ്റവും വേഗം CPR സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. CPR എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പുനരുജ്ജീവീകരണം, അത് നമ്മൾ ചെയ്യണം. അതിനി എങ്ങനെയാണ് ചെയ്യുന്നത്? CPR എന്ന് പറയുമ്പോൾ ഹാർട്ടിന് മസാജ് കൊടുക്കുക,
ശ്വാസം കൃത്രിമമായിട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഹാർട്ടിന് മസാജ് കൊടുക്കുമ്പോൾ ഹാർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഹാർട്ട് നമുക്കറിയാം ഹൃദയ നമ്മുടെ ചെസ്റ്റിൻ്റെ ഇടത് ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ. അപ്പം അതിന് CPR കൊടുക്കുമ്പോൾ കംപ്രഷൻ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാനായിട്ട് ഇവിടെ ഈ സെൻട്രലിൽ കാണുന്ന ഈ ലൈനും അതുപോലെ തന്നെ ഈ നിപ്പിളുമായിട്ടുള്ള ഈ ലൈനും തമ്മിൽ ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റിന് ആണ് നമ്മൾ കാർഡിയക് കംപ്രഷൻ, അതായത് ഹാർട്ടിന് വേണ്ട മസാജ് കൊടുക്കേണ്ട സ്ഥലം. ഇനി അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ കൈ വയ്ക്കുന്നത്? നമ്മൾ കൈപ്പത്തി വെച്ചല്ല, കൈയുടെ ഈ ഭാഗം വെച്ചാണ് ഹാർട്ട് കംപ്രഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗം നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഇതുപോലെ അമർത്തുക, എന്നിട്ട് ശക്തമായിട്ട് താഴേക്ക് താഴ്ത്തുക. പക്ഷെ നമുക്ക് ഒരു കൈ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ രണ്ട് കൈ മറ്റേ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ നമ്മുടെ മുഷ്ടിയുടെ ആ ഭാഗം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ പെർപെൻഡിക്കുലറായിട്ട് നേരെ താഴേക്ക് നമ്മൾ കംപ്രഷൻ കൊടുക്കും. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ചോളം ഈ ചെസ്റ്റ് താഴേണ്ടതുണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 25 26 27 28 29 30 30 പ്രാവശ്യം കംപ്രഷൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൈ നോക്കിയാൽ അറിയാം, എൻ്റെ കൈ ഇവിടെ മടങ്ങുന്നില്ല, എൻ്റെ കൈ നേരെയാണ്. അതുപോലെ ഞാൻ ഈ കൈ ഇവിടെ നിന്ന് പൊക്കുന്നില്ല, അത് എപ്പോഴും ഈ ചെസ്റ്റിൽ തന്നെ റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഞാനത് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ഹാർട്ടിലേക്ക് വീണ്ടും ബ്ലഡ് വന്ന് കയറാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്നു, വീണ്ടും കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്, മസാജ് കൊടുക്കുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് ഈ വ്യക്തിയുടെ മുകളിലാണ് വരുന്നത്. 2 3 4 5 6 7 8 28 29 30. അപ്പോൾ 1 മിനിറ്റിൽ 100 മുതൽ 120 പ്രാവശ്യം വരെയാണ് നമ്മൾ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് അധികം ഫാസ്റ്റും ആകാൻ പാടില്ല, അധികം സ്ലോയും ആകാൻ പാടില്ല. 100 മുതൽ 120 പ്രാവശ്യമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 3 കാര്യം ശ്രദ്ധിക്കുക. എഫക്റ്റീവായിട്ട് കാർഡിയക് കംപ്രഷൻ കൊടുക്കണമെങ്കിൽ ലൊക്കേഷൻ, ഡെപ്ത്, റേറ്റ്. ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഡെപ്ത് 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 ഇഞ്ച്, പിന്നെ റേറ്റ് 100 മുതൽ 120 പ്രാവശ്യം മിനിറ്റിൽ. ഓക്കെ, അപ്പം അങ്ങനെ 30 പ്രാവശ്യം കംപ്രഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇയാൾക്ക് 2 പ്രാവശ്യം കൃത്രിമ ശ്വാസം കൊടുക്കണം. അതിനുവേണ്ടി ഇയാളുടെ തലയെ ഒന്ന് ചരിക്കുക, ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ്, ഈ താഴി ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് പൊക്കുക. ഓക്കെ, ഇങ്ങനെ 2 ചെയ്തതിന് ശേഷം മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് ഇയാൾ വായിലേക്ക് 1 2 പ്രാവശ്യം ദീർഘമായിട്ട് നിശ്വാസം കൊടുക്കുക. ശക്തമായിട്ട് അയാളുടെ വായിലേക്ക് 2 പ്രാവശ്യം ഊതുക. അതിനുശേഷം വീണ്ടും 30 പ്രാവശ്യം കംപ്രഷൻ കൊടുക്കുക. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ 1 2 3 4 5 6 25 26 27 28 29 30. വീണ്ടും 2 പ്രാവശ്യം ഇയാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുക. അങ്ങനെ 30 പ്രാവശ്യം കംപ്രഷനും 2 പ്രാവശ്യം ശ്വാസവും ഒരു സൈക്കിളാണ്. അങ്ങനെ 5 സൈക്കിളിന് ശേഷം വീണ്ടും ഇയാളുടെ പൾസും ഇയാളുടെ ശ്വാസവും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ഓക്കെ, ഇയാൾക്ക് പൾസുമില്ല ശ്വാസവും ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ CPR തുടരും. ഓക്കെ, CPR തുടർന്നിട്ട് നമ്മുടെ ആംബുലൻസ് വരുന്നത് വരെ നമ്മൾ CPR ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ആംബുലൻസ് നമുക്ക് ഡെസിഗ്നേറ്റഡ് സ്റ്റാഫുണ്ട്, അവർ CPR ട്രെയിൻഡ് ആണ്, അവർ ചെയ്തോളൂ. എന്നിട്ട് ആ രീതിയിൽ വേണം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഹാർട്ടിൽ നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് ഇയാളുടെ ബ്ലഡ് ഫ്ലോ നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കട്ടായി ഏകദേശം 5 മിനിറ്റോളം കഴിയുമ്പോഴത്തേക്കും തലച്ചോറിലെ കോശങ്ങൾ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃത്രിമമായിട്ട് നമ്മൾ ഹാർട്ടിനെ കംപ്രഷൻ കൊടുത്തുകൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലനിർത്തിക്കൊണ്ട് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുന്ന വ്യക്തിയെ ആശുപത്രിയിലെ മരുന്നുകളും അതുപോലെ തന്നെ
ഡീഫിബ്രില്ലേറ്റർ എന്ന് പറയുന്ന ഉപകരണമൊക്കെ വഴി നമുക്ക് അയാളുടെ ജീവൻ ഫലപ്രദമായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും.